അല്ല അത് രണ്ട് പഞ്ചായത്തല്ലേ ഇപ്പൊ വിഷയ പഞ്ചായത്തിൽ വികസനം നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP കലുങ്ക് സൗഹൃദ സംവാദത്തിനിടയിലുണ്ടായ ചെറിയൊരു സംഭവമാണ് നിങ്ങളിപ്പോ കണ്ടത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതൊന്നും MP-യുടെ ജോലിയല്ല അല്ലേ? അച്ഛന്റെ പ്രായമുള്ള ഒരു സാധാരണക്കാരൻ കയ്യിലൊരു നിവേദനവുമായി ജനപ്രതിനിധി എന്ന നിലക്ക് നമ്മളിലേക്ക് വരുമ്പോൾ, എന്റെ പൊന്ന് MP സാറെ, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചുകൂടെ? അല്ലെങ്കിൽ ചേർത്തു പിടിച്ച് സന്തോഷത്തിന്റെ 2 വാക്കുകൾ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചുകൂടെ? അതെങ്ങനെ? ആരെങ്കിലും ഒന്ന് കൈ തന്നാൽ അവരുടെ മുമ്പിൽ വെച്ചു തന്നെ കൈ കഴുകുന്ന ശീലമല്ലേ താങ്കൾക്കുള്ളത്? ആ കണ്ണുകൾ നഷ്ടപ്പെട്ടത് താങ്കളോടുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇവിടെ അതുപോലെ സങ്കടമായത് ആ കൂട്ടത്തിൽ നീല ഷർട്ട് ധരിച്ച ഒരു സഹോദരൻ കൂടിയുണ്ട്. കയ്യിൽ ഒരു നിവേദനത്തിന്റെ കവറുമുണ്ട്. ഇത് കണ്ടപ്പോ അദ്ദേഹം മെല്ലെ അങ്ങ് മാറ്റുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? വെറുതെ എന്തിനാ വടികൊടുത്ത് അടിമേടിക്കുന്നത്? അഭിമാനം എന്നതേ തമ്പുരാക്കന്മാരുടെ കുത്തക അവകാശമല്ലല്ലോ. പാവപ്പെട്ടവനും അതുണ്ട് സാറേ. സിനിമകളിൽ ഷിറ്റടിക്കാനേ താങ്കൾക്ക് പറ്റൂ. പാവങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവൂല. പാവങ്ങൾക്കിടയിൽ അവർക്ക് ഒരാളായി പ്രവർത്തിച്ചു വന്നൊരു നേതാവല്ല താങ്കൾ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ വേദനയും താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. നല്ല 2 നേതാക്കന്മാരെ നമ്മുടെ ഈ കാലത്ത് നഷ്ടപ്പെട്ടു പോയി. ഉമ്മൻചാണ്ടി സാറും VS അച്യുതാനന്ദൻ സാറും. ഒന്ന് വായിച്ചു പഠിക്കണം അവരെങ്ങനെയാണ് നേതാവായതെന്നും അവരെങ്ങനെയാണ് അണികൾക്കിടയിൽ പ്രവർത്തിച്ചതെന്നും. അതുകൊണ്ട് ജനങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചതെന്നും കേരളം കണ്ടതാണ്. എനിക്കിനി നിങ്ങളോടാണ് പറയാനുള്ളത്. കൊടികളുടെ കളർ നോക്കിയിട്ടല്ല നേതാക്കന്മാരെ പരിഗണിക്കേണ്ടത്. ജനങ്ങൾക്കാര് സേവനം ചെയ്യുന്നു, അവരെ ആര് ചേർത്തു പിടിക്കുന്നു, അവർക്കു വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാം, അവരെ വിജയിപ്പിക്കാം. നാളേക്കൊരു നല്ല കേരളത്തിനു വേണ്ടി, നല്ലൊരു ഇന്ത്യക്കു വേണ്ടി.